ഹായ് ഗായ്സ്, എല്ലാവർക്കും വണക്കം. നമ്മൾ വീട്ടിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കറണ്ടുള്ളൊരു പ്രതീക്ഷയിലാണ് വീട്ടിൽ രാത്രിയാകുമ്പോൾ വെളിച്ചം കിട്ടുക. പക്ഷെ ആ കറണ്ട് ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, മഴക്കാലത്ത് ശക്തിയെ കാറ്റ് വീശിയിട്ട് മരം വീണ്ടും ലൈൻ കമ്പി പൊട്ടലും പറഞ്ഞു പോലൊക്കെ ഉണ്ട്. പക്ഷേ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളും ചിന്തിച്ച് നോക്ക്, അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും? കറണ്ട് പോയി കഴിഞ്ഞാൽ കാശുള്ളവർക്കാണെങ്കിൽ ഇൻവെർട്ട്, സോളാറ്, അങ്ങനെ പല സാമഗ്രികളും ഉണ്ടായിരിക്കും. പക്ഷേ ഈ കറണ്ടിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനടി ഒന്നിലും മെഴുകുതിരി അല്ലെങ്കിൽ മണ്ണെണ്ണ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മണ്ണെണ്ണയുടെ കാര്യമാണ്. പണ്ട് നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു വീട്ടുകാർക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണ, അതായത് ഒരു വീടിന് അന്ന് 5 ലിറ്ററാണ് കിട്ടിയിരുന്നത്. പിന്നെ അത് വെട്ടിച്ചുരുക്കി 4ആയി, 4ൽ നിന്ന് 3ആയി, 3ൽ നിന്ന് 2ആയി, 2ൽ നിന്ന് 1ആയി, ഇപ്പോൾ അര. പക്ഷെ ഇപ്പോൾ ഈ അര കിട്ടണമില്ല. ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം ആ അര കിട്ടണില്ല. പക്ഷെ മണ്ണെണ്ണയ്ക്ക് എവിടെ പോയപ്പോൾ? ആദ്യം സ്ഥിരമായിട്ട് എല്ലാ മാസങ്ങളും സ്ഥിരമായിട്ട് തന്ന മണ്ണെണ്ണ ഇപ്പം മാസങ്ങളിൽ വളരെ ചുരുക്കം മാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ മണ്ണെണ്ണയ്ക്ക് എവിടെ പോയി? ആദ്യം സ്ഥിരമായിട്ട് കിട്ടുന്ന മണ്ണെണ്ണ അന്നൊക്കെ സ്ഥിരം കിട്ടുമായിരുന്നു. പക്ഷെ അത് അന്ന് ശ്രമിച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ കിട്ടുന്നത്. പക്ഷെ ഇന്ന് ആ കിട്ടിയ മണ്ണെണ്ണ അത് അളവ് കുറച്ചു, അപ്പോൾ ബാക്കി മണ്ണെണ്ണ അവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ മണ്ണെണ്ണയ്ക്ക് എവിടെ പോയി? ഇന്ന് കറണ്ട് പോയാൽ ഉടനടി മെഴുകുതിരിയോ മണ്ണെണ്ണ എടുത്ത് കത്തിക്കുന്ന വീട്ടിൽ മണ്ണെണ്ണ കിട്ടാതാകുമ്പോൾ ക്ഷാമം എന്തായിരിക്കും? മണ്ണെണ്ണ ഇല്ലാതാകുമ്പോൾ ആ വീട്ടിലെ വെളിച്ചത്തിന് എന്ത് ചെയ്യും? മെഴുകുതിരിക്കൊരു പരിധിയുണ്ട്. അത് കത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അടുത്ത മെഴുകുതിരിക്ക് ആശ്രയിക്കണം, അല്ലെങ്കിൽ ഓടണം. മെഴുകുതിരി തീർന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് എത്ര എന്ന് വിചാരിച്ചാൽ മെഴുകുതിരി വാങ്ങി വെക്കുക? എത്ര എണ്ണം വാങ്ങി വെക്കും? ഇപ്പോൾ പോട്ടെ, ഇവിടെ അടുത്തൊരു ദിവസം പകൽ 11 മണിക്ക് കറണ്ട് പോയിട്ട് പിറ്റേന്ന് രാവിലെയാണ് കറണ്ട് വരുന്നത്. അപ്പം നൈറ്റിൽ എന്തോരം മെഴുകുതിരി യൂസ് ചെയ്തിട്ടുണ്ടാകും വീട്ടുകാർ, മണ്ണെണ്ണ ഇല്ലാത്ത വീട്ടുകാർ. ഇപ്പം മണ്ണെണ്ണ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക വീടുകളിലും. പിന്നെ കാശുള്ള വീടുകൾ ഞാൻ പറയണില്ല, അപ്പോൾ അവർക്ക് അതിൻ്റേതായ സാമഗ്രികൾ ഉണ്ടാകും, അപ്പോൾ അത് ഞാൻ പറയണില്ല. അപ്പോൾ അവർക്ക് മണ്ണെണ്ണ മെഴുകുതിരിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. മണ്ണെണ്ണ ഇല്ലെങ്കിൽ എത്രത്തോളം മെഴുകുതിരി വാങ്ങി വെക്കും? എത്ര കാശ് മുടക്കേണ്ടി വരും? പ്രതീക്ഷയില്ലാത്തൊരു മെഴുകുതിരി വാങ്ങലായിരിക്കും. അതായത് എപ്പോൾ കത്തി തീരും എന്നുള്ള പ്രതീക്ഷയില്ലാതെ വാങ്ങി വെക്കേണ്ട മെഴുകുതിരികളായിരിക്കും. പക്ഷെ മണ്ണെണ്ണ, അന്ന് കിട്ടിയ മണ്ണെണ്ണ ഇന്ന് 1/2 ലിറ്ററാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ ആ 1/2 ലിറ്ററും കിട്ടണില്ല. അപ്പോൾ അത് എവിടെ പോകുന്നു ഈ മണ്ണെണ്ണ? ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. മണ്ണെണ്ണ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സമാധാനിക്കാം, ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാനുള്ള കുഴപ്പമില്ലാന്ന്. എന്നാലും ഒരു 1/2 ലിറ്റർ തരുന്നതല്ലേ, അത് എല്ലാ മാസം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന് നഷ്ടം? സർക്കാരിന് എന്താണ് നഷ്ടം? 500 1 ലിറ്ററല്ല, 500 എല്ലാ മാസവും ഓരോ വീടുകൾക്ക് കൊടുക്കേണ്ടത്. ഓരോ മാസം ചെല്ലുമ്പോൾ ഇന്നില്ല, ഈ മാസമില്ല, അടുത്ത മാസമാണ്, അടുത്ത മാസം ഇന്നില്ല, അടുത്ത മാസം കൂട്ടിത്തരും എന്നൊക്കെയാണ് ഡയലോഗുകൾ. പക്ഷേ എന്താണിത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഭരണം ഒരു പിടുത്തം കിട്ടാത്തൊരു ഭരണം കേട്ടത്. ഇതിലും നല്ലത് വേറെന്താ പറയുക, ഇങ്ങനൊരു മണ്ണെണ്ണ എന്നാൽ ആദ്യമേ മണ്ണെണ്ണ കൊടുക്കാതിരിക്കണം. അതിന് പകരം റേഷൻ കടയിൽ നിന്ന് മെഴുകുതിരി, എമർജൻസി അങ്ങനെയൊക്കെ കൊടുക്കട്ടെ. കറണ്ടുള്ള സംഭവം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ സർക്കാർ എന്ത് ചെയ്യണം? എല്ലാ വീടുകളിലും സോളാർ ഫിറ്റ് ചെയ്ത് തരണം. കറണ്ട് പോയാൽ നിങ്ങൾ മണ്ണെണ്ണ ഉപയോഗിക്കേണ്ട, സോളാറാണ് ഉപയോഗിച്ചോളൂ. അത് എല്ലാ സംഭവം സോളാർ സർക്കാർ ചിലവിൽ ഓരോ പാവപ്പെട്ട വീടും സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ പിന്നെ പ്രശ്നമില്ല. ഇത് ഈ പാവങ്ങളെ എവിടെ ഓടണം? കറണ്ട് പോയി കഴിഞ്ഞാൽ ചില കാട്ടുമുക്കിലും പല റോഡ് സൗകര്യം ഇല്ലാത്ത വീടുകളൊക്കെ ആയിരിക്കും. പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ മെഴുകുതിരിയോ മറ്റു മണ്ണെണ്ണ ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കുക. സർക്കാരിനത് ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പം ഇനിയെങ്കിലും നല്ലൊരു സംവിധാനത്തിലൂടെ നീങ്ങാൻ ശ്രമിക്കുക. പിന്നെ മണ്ണെണ്ണ കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കുക. ആ മണ്ണെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ സോളാറോ മറ്റേ എമർജൻസിയോ എന്തെങ്കിലും സംഭവം ഒരു വീടിന് നിങ്ങൾ സപ്ലൈ ചെയ്യുക, കൊടുക്കുക. അതേപോലെ KSEBക്കാരോട് പറയാനുള്ളത്, കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും മാക്സിമം നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് എത്തിച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ കറണ്ട് റെഡിയാക്കി കൊടുക്കണം. നിങ്ങളെ കുറ്റം പറയല്ല, നിങ്ങൾ നല്ല മനസ്സോടെയാണ് ഈ മഴക്കാലത്ത് നിങ്ങൾ
ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെന്ന് അറിയാം. മഴക്കാലത്ത് കാറ്റടിച്ച് മരം വീണ്ടും ലൈൻ കമ്പി പൊട്ടി വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഓടി വന്ന് റെഡിയാക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറ്റം പറയല്ല. അപ്പോൾ ഒന്ന് കറണ്ട് ഇല്ലാത്ത ഭാഗങ്ങൾ നോക്കി വേറൊരു മാർഗം അവർക്ക് കത്തിക്കാനില്ല എന്ന് കാണുമ്പോൾ അവരാദ്യം ഒന്ന് പെട്ടെന്ന് കറണ്ട് റെഡിയാക്കി കൊടുക്കുക. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ സർക്കാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇനിയെങ്കിലും ഒന്ന് മുന്നേറാൻ. ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീടുകൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എമർജൻസി അല്ലെങ്കിൽ സോളാർ വലിയ ചിലവ് മുടക്കി സോളാർ ചെയ്ത് കൊടുക്കണം എന്നല്ല പറയാം. അത്യാവശ്യം കത്തിക്കാനുള്ള സോളാർ നിങ്ങൾ കൊടുക്കണം. എന്നാൽ പിന്നെ മണ്ണെണ്ണ കട്ട് ചെയ്യുക. മണ്ണെണ്ണ വേണ്ട, സോളാർ കറണ്ട് പോയി കഴിഞ്ഞാൽ സോളാർ കത്തും എന്നൊരു സംവിധാനത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. അറിയുന്നവർ, അതായത് ഈ മണ്ണെണ്ണ എങ്ങോട്ട് പോയി എന്ന് അറിയുന്നവർ, ഏത് ഭാഗത്തേക്ക് മണ്ണെണ്ണ എടുത്തു പോയി അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പറയുക, എല്ലാവരും വീണ്ടും സോളാർ സർക്കാരിൻ്റെ ചിലവിൽ സോളാർ വെച്ച് തരണമെന്ന് അഭിപ്രായമുള്ളവർ കമൻറ്റ് പറയുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരേക്കും വീണ്ടും ഒരു വണക്കം പറഞ്ഞു നിർത്തുന്നു.